ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഇന്നത്തെ വാർത്താപ്പകലും നിറഞ്ഞു നിൽക്കാൻ സാധ്യത. വിജയകുമാർ അടക്കം ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു, റിമാൻഡിലായിരിക്കുന്നു. ഇനി ശങ്കർദാസ് എന്ന് പറയുന്ന മറ്റൊരു ദേവസ്വം ബോർഡ് അംഗം കൂടിയുണ്ട്. അങ്ങനെ ശങ്കർദാസിനെ കൂടി അറസ്റ്റ് ചെയ്താൽ ഒരു ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും 2 അംഗങ്ങളും പൂർണ്ണമായും ജയിലിനുള്ളിലാവുന്ന ഒരു അപൂർവമായ സാഹചര്യം ഉണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനി എന്ത് എന്നതാണ് ചോദ്യം. വിഗ്രഹക്കടത്തിൽ ഡി കമ്പനി കുടുങ്ങുമോ എന്നതാണ്. ഡിണ്ടിഗൽ സ്വദേശി ഡി മണിയെയും സംഘത്തെയും ഇന്ന് തിരുവനന്തപുരത്ത് SIT ചോദ്യം ചെയ്യും. മണിക്ക് പുറമെ സുഹൃത്തുക്കളായ ശ്രീകൃഷ്ണൻ, ബാലമുരുകൻ, മണിക്ക് സിം കാർഡുകൾ എടുത്ത് നൽകിയ മറ്റ് 2 പേർ എന്നിവരെയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഡിണ്ടിഗൽ സംഘത്തിന്റെ റോൾ എന്ത് എന്നതാണ് പ്രധാന ചോദ്യം. വിഗ്രഹക്കടത്തിന് അന്താരാഷ്ട്ര റാക്കറ്റ് ഉണ്ടോ? ഡി മണിക്ക് പിന്നിൽ ആരൊക്കെയാണ്? പോറ്റിയും ഡി മണിയും തമ്മിലുള്ള ബന്ധമെന്താണ്? പോറ്റി അറിയില്ലെന്നും ഇത്തരത്തിലുള്ള ഇടപാടുകളുമായി ഒരു ബന്ധമില്ലെന്നും ഡി മണി ആദ്യം കള്ളം പറഞ്ഞത് എന്തിനാണ്? സ്വർണ്ണക്കൊള്ളയിലും ബന്ധമുണ്ടോ? ശബരിമലയിലെ ഉരുപ്പടികൾ കടത്തിയിട്ടുണ്ടോ? ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയോ? വ്യവസായിയുടെ മൊഴിയിൽ ചുരുളഴിയുമോ? കൂടുതൽ അറസ്റ്റിലേക്കാണോ നീക്കം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണം. ഇപ്പോൾ വരുന്ന ഏറ്റവും നിർണായകമായ വിവരം, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി SIT. പോറ്റിയെ അതിരുവിട്ട് സഹായിക്കാൻ ദേവസ്വം മാനുവൽ പോലും തിരുത്തി. മാനുവൽ തിരുത്തിയതിൽ പത്മകുമാറിനും വിജയകുമാറിനും ശങ്കരദാസിനും പങ്കുണ്ട്. മിനിറ്റ്സ് തിരുത്തിയതിനും ഉത്തരവുകൾ എഴുതി ചേർത്തതും ചൂണ്ടിക്കാട്ടുകയാണ് SIT. മിനിറ്റ്സിലെ തിരുത്തൽ പത്മകുമാർ 2 പേരെയും അറിയിച്ചിരുന്നു, അതായത് ശങ്കരദാസിനെയും ഇപ്പോൾ റിമാൻഡിലുള്ള വിജയകുമാറിനെയും. മൂവരും അറിഞ്ഞുകൊണ്ടാണ് പാളികൾ പോറ്റിക്ക് കൊടുത്തുവിട്ടത്. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ച് ഇരുവരും പത്മകുമാറിന് കൂട്ടുനിന്നുവെന്നും SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഹരിമോഹനും റോഷിപാലും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം ഹരി, SITയുടെ നിർണായകമായ കണ്ടെത്തലാണ്. ദേവസ്വം ബോർഡിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുന്ന കണ്ടെത്തലുകളാണ്. ദേവസ്വം മാനുവൽ അടക്കം പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിനു വേണ്ടി തിരുത്തിയെന്നാണോ SITയുടെ കണ്ടെത്തൽ? ഈ വിവരം പത്മകുമാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറിയിച്ചിരുന്നുവെന്നും അവരുടെ അറിവോടുകൂടിയാണ് പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ 2019 കടത്തിക്കൊണ്ടുപോയത് എന്നതാണോ ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ശങ്കർദാസിന് കൂടി കുരുക്ക് മുറിവുകയാണ്. ശങ്കർദാസിന്റെ അറസ്റ്റും പ്രതീക്ഷിക്കാമോ ഹരി? അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും മൂവർക്കും ഒരേ നിലയ്ക്കുള്ള പങ്കുണ്ട്. അതായത് പത്മകുമാർ എങ്ങനെയാണോ നേരത്തെ കോടതിയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ എന്ത് കൂട്ടുത്തരവാദിത്വമാണോ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് ആവർത്തിച്ച് SITയോടും കോടതിയോടും പറഞ്ഞത്, അതേ കാര്യം തന്നെയാണ് SITയും കണ്ടെത്തിയിരിക്കുന്നത്. മൂവർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാനും സ്വർണം അപഹരിക്കാനുള്ള സാധ്യത തുറന്നിടാനുമുള്ള നടപടികൾ മൂവരും ഒരുമിച്ച് അറിഞ്ഞുകൊണ്ടാണ് എടുത്തത്. മൂവർക്കും ഇതേക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. അവർ പരസ്പരം മറ്റു പ്രതികൾക്ക്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള മറ്റു പ്രതികൾക്ക് ഒത്താശ ചെയ്തുകൊണ്ടാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ഗൂഢാലോചനയിലടക്കം മൂവരും പങ്കാളികളായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് ദേവസ്വം മാനുവലിൽ പോലും തിരുത്തൽ നടത്തി എന്നുള്ള കാര്യമാണ്. അതായത് പാളികൾ കേരളത്തിന് പുറത്തേക്ക് കൊടുത്തുവിടാൻ വേണ്ടി, സ്വർണം പൂശുന്നതിന് കൊടുത്തുവിടാൻ വേണ്ടി ദേവസ്വം മാനുവലിലെ ചില കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തിയത് പത്മകുമാറും KP ശങ്കർദാസും N വിജയകുമാറും അടങ്ങുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ്. അതിനകത്ത് ആരെങ്കിലും ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്തതല്ല. മൂവരും ആ തീരുമാനത്തിന് ഒപ്പം നിന്നു. അങ്ങനെയാണ് പാളികൾ പുറത്തേക്ക് കൊടുത്തുവിടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ യോഗം ചേരുന്ന സമയത്ത് ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പത്മകുമാർ മറ്റ് 2 പേരോടും പറയുകയും ഉണ്ടായി. അങ്ങനെ ആ 2 പേരും അതിന് സമ്മതം മൂളുകയും തുടർന്ന് അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും അവിടെ വെച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അതായത് പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. 2019 മാർച്ച് 18 ഈ ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ ഇക്കാര്യം എഴുതി ചേർക്കുന്നത്. അങ്ങനെ ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ ഇക്കാര്യം എഴുതി ചേർക്കുന്നത് പത്മകുമാർ 2 പേരെയും അറിയിച്ചിട്ടുണ്ട്. 2 പേരിൽ ആരും തന്നെ എതിർപ്പ് അറിയിച്ചിട്ടില്ല, വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല, പിന്നീട് ഒരിക്കലും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. മൂവരും ഇതിനകത്ത് പോറ്റിക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്ക് തന്നെയാണ് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. അതാണ് ഇന്നലെ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ SIT അറിയിച്ചതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് അകത്ത് മൂവരും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരാൾക്ക് പോലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുകൂടി SIT പറയുന്നുണ്ട്. ഇനി KP ശങ്കരദാസ് ആണ് ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു കണ്ണി. ഇപ്പോൾ ശങ്കരദാസ് ആശുപത്രിയിലാണ്. പക്ഷാഘാതം വന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലാക്കുകയായിരുന്നു. ഒരു സ്വകാര്യ ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ഇതിൽ SIT ആലോചിക്കുന്നത് ശങ്കരദാസിനെ ആശുപത്രിയിൽ ചെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തണോ എന്നുള്ള കാര്യമാണ്. അതിലൊരു അന്തിമ തീരുമാനം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും. ഇതിൽ നിന്ന് ഒരാളെ പോലും മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെ SIT എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിരവധി രേഖകളിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. അത് ഭരണസമിതിക്ക് മാത്രം കഴിയുന്നതാണ് ആ തിരുത്തൽ. അതിൽ ദേവസ്വം മാനുവൽ വരും, മിനിറ്റ്സ് വരും, മറ്റു ചില ഉത്തരവുകൾ വരും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് എല്ലാം ചെയ്തതെന്നുള്ള ആദ്യ മൊഴിയായിരുന്നു ഈ വിജയകുമാറും ശങ്കർ
ശങ്കർദാസും നൽകിയിരുന്നത്. പക്ഷേ അത് ആ സമയത്ത് തന്നെ കൃത്യമായി SITക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഭരണസമിതി അറിയാതെ അല്ലെ ഭരണസമിതിയിൽ നിന്നൊരു നിർദ്ദേശം ഉണ്ടാകാതെ ഈ ഗൂഢാലോചന നടക്കാതെ ഉദ്യോഗസ്ഥർ മാത്രമായി ഇത്തരമൊരു കൃത്യം ചെയ്യില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് SIT പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ തിരുത്തലുകളൊക്കെ തന്നെ പുറത്തേക്ക് വരികയും ചില രേഖകൾ ഇതിനോടകം തന്നെ കാണാതെ പോയിട്ടുണ്ട്. അതായത് തെളിവ് നശിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിജയകുമാർ അടക്കമുള്ളവർ ചെയ്തു. മാത്രമല്ല ചില ദേവസ്വം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അവർക്ക് അനുകൂലമായ മൊഴി നൽകാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി SIT ഇന്നലെ കോടതിയിൽ ധരിപ്പിച്ചിട്ടുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാഫിയ സംഘത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു പരിസരം ഒരുക്കി കൊടുത്തോ ദേവസ്വം ബോർഡ് അംഗങ്ങൾ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ദേവസ്വം മാനുവൽ അടക്കം തിരുത്തി എന്ന് പറയുമ്പോൾ ആ തിരുത്തലിന്റെ ഗുണഭോക്താവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയായി മാറി എന്ന് പറയുമ്പോൾ അത് കേവലം ഭരണപരമായ വീഴ്ച മാത്രമാണോ? ഈ സ്വർണ്ണക്കൊള്ളയുടെ പങ്ക് ഇവർ പറ്റിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. കുറ്റപത്രം കൊടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയൂ. ശങ്കർദാസിന്റെ അറസ്റ്റും ഒരുപക്ഷെ ഇന്ന് രേഖപ്പെടുത്തിയേക്കാം. ഹൈക്കോടതി ഈ SIT സംഘത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഈ രണ്ടുപേരെയും നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്ന് ചോദിച്ചിരുന്നു. അതിൽ ശങ്കർദാസിന്റെ പക്ഷാഘാതം മൂലം അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. SIT ഒരുപക്ഷെ ആശുപത്രിയിലെത്തിയ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലോടുകൂടി, വ്യവസായിയുടെ വെളിപ്പെടുത്തലോടുകൂടി ഡി കമ്പനിയിലേക്കാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തി നിൽക്കുന്നത്. അത് രണ്ടാം ഘട്ടമാണ്. രണ്ടും രണ്ടാണോ രണ്ടും ഒന്ന് തന്നെയാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. റോഷി പാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ ഡി കമ്പനി, ഡി മണിക്ക് സിം എടുത്തു കൊടുത്ത രണ്ടുപേർ, ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ, ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഡി മണിയും സംഘവും അഥവാ ഡി കമ്പനി തലസ്ഥാനത്തേക്ക് എത്തുമോ? ശ്രീകൃഷ്ണനൊക്കെ പറഞ്ഞത് എനിക്ക് ഡി മണിയൊന്നും അറിയില്ല എന്നാണ്. എന്നാൽ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലൊക്കെ ചില ബന്ധങ്ങളുണ്ടെന്നും റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല പുരാവസ്തുക്കൾ അടക്കം കൈമാറുന്ന കൂട്ടരാണെന്നുമാണ് അറിയാൻ കഴിയുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ തന്ത്രപരമായി നീങ്ങുന്ന ഡി മണി വലിയ സൂത്രധാരനാണ്. ഡി മണി ഇന്ന് SITയുടെ മുന്നിലെത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വ്യവസായിയുടെ ചില പ്രധാനപ്പെട്ട മൊഴികൾ നിർണായകമാണ് താനും. ഡി കമ്പനിയുടെ റോൾ എന്ത് എന്നുള്ളത് ഇന്നും നാളെയും ഒക്കെയായിട്ട് നമുക്കറിയാൻ കഴിയുമോ റോഷി? അരുൺകുമാർ, ഡി മണി നൽകിയ മൊഴി, പ്രാഥമിക മൊഴിക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ വ്യവസായി നൽകിയ മൊഴിക്ക് അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതാണ്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ തമ്മിലുള്ള ഇടപാടുകൾ, ഇവർ നടത്തിയ ഇടപാടുകൾ എല്ലാം ഏതാണ്ട് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മൂന്നുപേരെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. ഡി മണി ആദ്യം അന്വേഷണ സംഘം കണ്ടതാണ്, കുറച്ച് വിശദാംശങ്ങൾ തേടിയതാണ്. അതിൽ വ്യക്തത വരുത്താനുള്ള നീക്കമാണ്. വളരെ വിശദമായ ചോദ്യം ചെയ്യൽ ഡി മണി വിധേയമാകേണ്ടി വരും. കാരണം ഈ സ്വർണ്ണക്കടത്തുമായി ഏറ്റവും ബന്ധമുള്ള അല്ലെങ്കിൽ ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികളടക്കം വിദേശത്തേക്ക് കടത്തിയോ മറ്റേതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നും പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം സംസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് കടത്തി അന്താരാഷ്ട്ര ഈ വിഗ്രഹമോഷണ സംഘം അല്ലെങ്കിൽ പുരാവസ്തു കൈമാറ്റം ചെയ്യുന്ന സംഘവുമായിട്ടൊക്കെ ഡി മണിക്കുള്ള ബന്ധം, അവർ തമ്മിൽ നടത്തിയ ഇടപാടുകൾ, അതൊക്കെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഏതായാലും ഈ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഒടുവിൽ അതിന്റെ അന്വേഷണം എത്തുന്നത് ഈ ഡി മണി അടക്കമുള്ള ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ച ഈ വലിയ തട്ടിപ്പ് സംഘത്തിന്റെ മുന്നിലേക്കാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. വ്യവസായിയിൽ നിന്നും പലതവണയായി അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഡിജിറ്റൽ എവിഡൻസുകൾ അടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. CDR ഉൾപ്പെടെ ശേഖരിച്ച് ഇവർ തമ്മിലുള്ള ഇടപാടുകളൊക്കെ പരിശോധിക്കുന്നു. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ടെലിഫോൺ ഇല്ലാതെ മറ്റൊരാളുടെ പേരിൽ സിം കാർഡ് എടുത്തുകൊണ്ടാണ് ഡി മണി ആശയവിനിമയം നടത്തിയിരുന്നത്. അങ്ങനെ തട്ടിപ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള മാർഗം കൂടി മുൻകൂട്ടി കണ്ടിരുന്നു ഡി മണി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഏതായാലും ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്യൽ പ്രധാനമാകും. ഡി മണിയെ തനിച്ച് ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഡി മണിയുടെ സഹപ്രവർത്തകരെന്ന അന്വേഷണ സംഘം വിലയിരുത്തുന്ന ഈ ശ്രീകൃഷ്ണനെയും ഒപ്പം ബാലമുരുകനെയും ഒരുമിച്ചിരുത്തിയും വെവ്വേറെയും ഒക്കെ ചോദ്യം ചെയ്ത് കൂടുതൽ വ്യക്തത വരുത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നടക്കം കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് തേടേണ്ടി വരും. അതിനൊപ്പം വ്യവസായി വ്യക്തത വരുത്താൻ വ്യവസായിയുടെ മൊഴിയും ഇനിയും രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അരുൺകുമാർ.